വിമർശനം. പിന്നെ പാപിയെ വന്ദിച്ചാൻ ബഹുമാന പുരസ്സരം. പ്രസന്നവദനാം ഭോജൻ നിർലജ്ജന നൃശംസനെ ഹരിപ്പിച്ചാൻ ചിരിച്ചും കൊണ്ട് ഉള്ളിൽ കഥന വായ്പൊടെ. വസുദേവൻ പറഞ്ഞു, ആകാശവാണിയെ ചൊല്ലി പേടിച്ചിടേണ്ടതില്ല നീ. ഇവൾക്കുണ്ടാം സുതന്മാരെ സമർപ്പിക്കാം നിനക്കു ഞാൻ. ശ്രീശുകൻ പറഞ്ഞു, വാഗർദ്ധജ്ഞാനിയാം കംസൻ ഉപേക്ഷിച്ചു സ്വസർവധം. വസുദേവൻ നന്ദിപൂർവം പ്രവേശിച്ചു സ്വമന്ദിരം. യഥാകാലങ്ങളിൽ സർവദേവതാമയി ദേവകി ആണ്ടോടാണ്ട് 8 സുതരെ പെറ്റു പിൻപൊരു പുത്രിയെ. ആദ്യപുത്രൻ കീർത്തിമാനെ അസത്യഭയവിഹ്വലൻ ക്ലേശപൂർവം സമർപ്പിച്ചു കംസന് ആനകദുന്ദുഭി. സത്യവന്മാർക്ക് എന്തസഹ്യം, ഭക്തർക്കെന്ത സ്വതന്ത്രത. ദുഷ്ടന്മാരെന്തു ചെയ്യാത്തു, ധീരർക്കെന്തുള്ളു ദുസ്ത്യജം. കംസൻ അസത്യനിഷ്ഠന്റെ സമബുദ്ധിയിൽ ഹൃഷ്ടനായി ചിരിച്ചുകൊണ്ടേവമോദി ശൗരിയോടവനീപതേ. കൊണ്ടുപോയിക്കൊള്ളുകിവനെ നീ, ഹരേ കൊണ്ടുപോയിക്കൊള്ളുകിവനെ നീ. ഇവനിൽ ഭയമില്ലമേ, 8-ാമനെന്നന്തകനെന്നാണല്ലോ വിധി നിശ്ചയം. ശരി എന്നുണ്ണിയെ കൊണ്ടുപോയാനകദുന്ദുഭി പറഞ്ഞില്ല നന്ദി. അജിതാത്മാവാം ദുഷ്ടനോടവൻ ഭഗവാൻ നാരദൻ വന്നു പറഞ്ഞു കംസനോടുടൻ. അമ്പാടിയിലെ നന്ദാദിഗോപന്മാർ ഗോപനാരിമാർ വസുദേവൻ ദേവകിയും വൃഷ്ണിയാദവ മുഖ്യരും ഇരുവംശത്തിലും പെട്ട കംസബന്ധുക്കളേവരും പ്രായേണ ദേവന്മാരത്രേ സുഹൃജന സമൂഹവും. കൊല്ലുമ്പോൾ അവർ ഭൂമിക്കു ഭാരമായി തീർന്ന ദൈത്യരെ യദുക്കൾ ദേവന്മാരെന്നും ദേവകീ ഗർഭജൻ ഹരിവധിക്കും തന്നെ എന്നും കംസനോർത്തു മുനി പോകവേ. ഗൃഹത്തിൽ ചങ്ങലക്കിട്ടു ദേവകീ വസുദേവരെ. അപ്പോൾ കൊന്നു തൽപുത്രന്മാരെ വിഷ്ണുത്വശങ്കയാൽ. സുഹൃൽ സഖാക്കളെ ഭ്രാതാക്കളെ അച്ഛനെ അമ്മയെ പ്രാണദാഹികൾ ഭൂപന്മാർ ലോഹാൽ കൊല്ലുന്നു ഭൂമിയിൽ ഹരേ. പണ്ടു വിഷ്ണുഹതൻ കാലനേമി എന്ന മഹാസുരൻ താനെന്നറിഞ്ഞ കംസന് വെറുപ്പായി യദുക്കളെ. യദുഭോജാന്ധക നൃപൻ സ്വപിതാവ് ഉഗ്രസേനനെ കെട്ടിയിട്ടു ഭരിച്ചാൻ. ആ ശൂരസേനം മഹാബലൻ. ശ്രീഹരേ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. 2-ാം അധ്യായം. ഭഗവാന്റെ ഗർഭാഗമനം. ശ്രീശുകൻ പറഞ്ഞു, ദ്വിവിധൻ മുഷ്ടികനഖൻ ധേനുകൻ കേശിപൂതന വകൻ പ്രലംബൻ ചാണൂരൻ തൃണാവർത്തനരിഷ്ടനും ബാണഭൗമാദിയാം അന്യാസുരരും ചേർന്ന ശക്തിയായി